വെൽക്കം ബാക്ക് ടു ജിനോ ബ്ലോഗ്. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് JBR ജുമേറ ബീച്ച് റെസിഡൻസ് എന്ന് പറയും. 1.7 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റെസിഡൻസ് ആണ് ജുമേറ ബീച്ച് റെസിഡൻസ്. ഈ ജുമേറ ബീച്ച് റെസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 എന്നിങ്ങനെ 2 സ്പോട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് JBR 1-ലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ബോട്ടിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പം ഏറ്റവും വലിയ വേൾഡിലെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ജെയിൻ വീലർ അത് എല്ലാം ഇവിടാണ്. പിന്നെ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിന്നാൽ മതി, അതെല്ലാം ഞാൻ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവല്ലേ, എന്നോട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, JBRലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബീച്ചുണ്ട്, നമ്മൾ ആ ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതൊരു എന്താണ് പറയുന്നത്, നല്ലൊരു വാക്കിംഗ് എക്സ്പീരിയൻസ്. ഇതുവഴി നടക്കുന്നത് നല്ല രസമാണ്. ഇതുവഴി നല്ലോണം ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് വാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രസമാണ് ഇവിടെ. കണ്ട്, ഇതൊക്കെ ഈവനിങ് റെസ്റ്റോറന്റുകളാണ്. ഇതെല്ലാം തുറക്കാനുള്ള പരിപാടികളിലാണ്. ഉണ്ടോ, ഇതെല്ലാം ഈവനിങ് ആയി കഴിഞ്ഞപ്പോഴത്തേന് കസ്റ്റമറുകളൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ബീച്ചിന്റെ സൈഡിലൊക്കെ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഏകദേശം ഒരു ഈവനിങ് ടൈമിലേക്കൊക്കെയാണ്. ഉച്ച സമയത്ത് കഴിവതും അങ്ങനെ ആരും വരാറില്ല. ഇതൊക്കെ റെസ്റ്റോറന്റുകളാണ്. ആ റെസ്റ്റോറന്റ് കാഴ്ചകൾ കണ്ടില്ലേ. ഇവിടെ നല്ലൊരു വാക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതാണ് ഇത് നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും വലുതെന്ന് അവകാശപ്പെടുന്ന UAE അവകാശപ്പെടുന്ന ജെയിൻ വീലറാണ്. ഇതിപ്പം പ്രവർത്തനക്ഷമത ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് അത് എന്തോ ഒരു കംപ്ലൈന്റ് വന്നത് ഇടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. കണ്ടില്ലേ, ബീച്ചിലെ കാഴ്ചകൾ കണ്ടില്ലേ. പിള്ളേരും മറക്കരുത്, ഈ സ്ഥലത്തിന്റെ പേര് JBR ആണ്. നിങ്ങൾ UAE വിസിറ്റ് ചെയ്യുമ്പോൾ കാണേണ്ടതായ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് JBR. ഹായ്, പറയൂ. നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. കണ്ടില്ലേ, ബീച്ച് കണ്ടില്ലേ. ബീച്ചിലേക്ക് പോവാണ്. വക്ക ആക്ടിവിറ്റീസുകളുള്ള സ്ഥലമാണ്. എല്ലാവിധ ആക്ടിവിറ്റീസുകളും അടങ്ങിയ ഒരു സ്ഥലമാണ്.
ഇത് ലോക്കർ റൂമാണ്. ഈ കാണുന്നത് ലോക്കറാണ്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വില പിടിച്ചതായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വെച്ചതിന് ശേഷം നമ്മൾക്ക് അവിടെ കുളിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും ആരും എടുത്തോണ്ട് പോകില്ല. അപ്പോൾ നമ്മൾക്ക് ആരെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് എങ്കിൽ കുഴപ്പമില്ല. കണ്ടോ? െല്ലാം പല സ്ഥലങ്ങളിലായിട്ട് മാറി ഫോട്ടോ എടുക്കുകയും തുണി മാറുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങളെല്ലാം കണ്ടില്ലേ ബീച്ചിലെ കാഴ്ചകൾ? ബീച്ചിലെ ആളുകളൊക്കെ ഓപ്പൺ ബീച്ചാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ഇത് സ്വിമ്മിങ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലൈഫ് ഗാർഡ് ഉണ്ട്. നമുക്ക് വേണ്ട ഉപദേശങ്ങൾ അവർ തരും. നമുക്കൊരു പരിധിയിൽ കൂടുതൽ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ജെയിൻ വീലറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡിലെ ബിഗസ്റ്റ് ജെയിൻ വീലറാണ്. അപ്പോൾ ഇവിടെ എല്ലാം അതിൻ്റെതായ എല്ലാവിധ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഓപ്ഷനുകളെല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. നിങ്ങൾ എൻ്റെ കൂടി വന്നാൽ മതി, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ബീച്ചിലേക്ക് ആവശ്യമായ ടവൽസ്, ഷവർ, ലോക്കർ റൂം, സൺബെഡ്, കബാനാസ് ഇതെല്ലാം ഇവിടെ കിട്ടും. പേയ്മെന്റ് ചെയ്താൽ മതി. ഇതല്ലേ ഇവിടെ 600 രൂപയാണ്. 360 ഉണ്ട്, 275 ഉണ്ട്, 125 ഉണ്ടോ, 235. ഇതാണ് അതിന്റെ പ്രൈസ്. സിംഗിൾ സൺബെഡിന് 125 ആണ്. 2 സിംഗിൾ സൺബെഡിന് 235. ഇതാണ് അതിന്റെ പ്രൈസ്. ഇവിടെ നമ്മള് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ലോക്കൽ ഫെസിലിറ്റി വരെ കിട്ടും. AED 50 ക്യാഷ് ഡിപ്പോസിറ്റ് റിക്വയർഡ്. ടവല് കിട്ടും. അപ്പൊ ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. വാ.
ഇതെല്ലാം കടകളാണ് ഇവിടുത്തെ, കണ്ടോ? ഇതെല്ലാം ഇവിടുത്തെ കടകളാണ്. ഈ രണ്ട് സൈഡിലും കണ്ടില്ലേ, ആളുകളെല്ലാം വിശ്രമിക്കുന്നുണ്ട്. കണ്ടോ, അവര് ബീച്ചിലൊക്കെ പോയി കുളിച്ചതിന് ശേഷം ഇവിടെ വന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്ന് റെസ്റ്റോറന്റുകളിലും എല്ലാം പോയി കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല എന്റർടൈൻമെന്റ് ആണ് ഇവിടെ, കണ്ടല്ലേ? ദുബായ് പാർക്ക്. ദുബായ് പാർക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് എന്താണ് പറയുന്നത്, അവിടെ ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിവിടെ അവിടെ അങ്ങോട്ട് പോകാനുള്ള ടൂറിസ്റ്റ് ഇൻഫർമേഷനും അവരുടെ ബുക്കിങ്ങും ഒക്കെയുള്ള ഒരു സ്റ്റോളാണ് ഇവിടെ. ഓട്ടോറിക്ഷയാണ് നമ്മുടെ നാട്ടിലെ, കണ്ടല്ലേ? ഇത് ഡിസ്പ്ലേ ചെയ്തേക്കുക, അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണെന്ന്. ഇവിടെ എല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. ആ ബലൂൺ പോലെല്ലാം ബീച്ചിന്റെ സൈഡുകളിലെല്ലാം വീർപ്പിച്ചിട്ടേക്കുന്ന കണ്ടില്ലേ, കണ്ടില്ലേ? ഇതെല്ലാം ഇവിടുത്തെ ഓരോ കടകളാണ്. ഡൂനട്ടുകള്, ഐസ്ക്രീം, ഇങ്ങനെയുള്ള കടകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. കൂടുതൽ ഐസ്ക്രീമിന്റെ, ബീച്ചൊക്കെ വരുമ്പോൾ കൂടുതൽ ഐസ്ക്രീമാണ് ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ചെസ്റ്റ്നട്ട്, ഹോട്ട് ചിപ്സ്, അഡ്വഞ്ചർ ടൂർസ് എല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ കടയിൽ നിന്ന് നമ്മളെ ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് കഴിക്കാൻ വരൂ എന്ന്. കണ്ടില്ലേ? ചൂസ് യുവർ ബേസ്.
ഉണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റികളിലും പങ്കെടുക്കാം. ഇവിടെ പുൽത്തകിടിയാണ്. ആളുകള് കുറേശ്ശെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കോഫി ഷോപ്പുകളാണ്, കണ്ടില്ലേ? ബോബ അറ്റ് ബ്ലാക്ക് കപ്പ് കോഫി. ഇത് തിയേറ്ററാണ്, കാണുന്നത് തിയേറ്ററാണ്. റോക്സി തിയേറ്ററാണ്, റോക്സി തിയേറ്ററാണ്. നമുക്ക് സിനിമ കാണാൻ പറ്റും. ബിക്യുവർ പ്രൈവറ്റ് സിനിമ, കണ്ടില്ലേ? ഇത് തിയേറ്ററാണ്. പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഈ കാണുന്ന അണ്ടർപാസിലേക്കാണ്. അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നതാണല്ലേ. പാർക്കിംഗ് ഏരിയ ആണ്. ആളുകൾ പിന്നെ വന്നുകൊണ്ടിരിക്കുക.
കാണുന്ന എല്ലാം റെസ്റ്റോറൻറ്റുകളാണ്, കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാണ്. ബ്രാൻഡ് ഫോർ ലെസ്സിന്റെ ആണ്. ഇവിടെ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് തുണികളാണെങ്കിലും എല്ലാ ബാഗുകളാണെങ്കിലും ഒരുപാട് വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലമാണ് UAE ബ്രാൻഡ് ഫോർ ലെസ്. ലെബനീസ് തുർക്കിഷിന്റെ റെസ്റ്റോറന്റ് ആണിത്. ഇതെല്ലാം ഇവിടുത്തെ ലക്ഷറി കാറുകളാണ്, കണ്ടില്ലേ? ലക്ഷറി കാറുകളാണ്. ലംബോഗിനി ആണിത്, കണ്ടില്ലേ? ലംബോഗിനി കണ്ടോ? ഇതെല്ലാം ലംബോഗിനിയുടെ കാറുകളാണ്. ഇതെനിക്ക് തോന്നുന്നു റെന്റ് ആണോ? ഇതെല്ലാം